ഇവിടെ പിസ്സ തിന്നുകൊണ്ടിരിക്കുക പിസ്സ. അപ്പം നമ്മൾ നിൽക്കുന്ന ക്രൗൺ പ്ലാസയാണത്. ക്രൗൺ പ്ലാസിൻ്റെ അന്ന് ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം നമ്മൾ നേരെ റൂമിൽ പോയിട്ട് റെഡിയാവും. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പ് എൻഡ് ചെയ്യാൻ പോയല്ലേ. ഇന്ന് നമ്മളിപ്പോൾ എവിടെയാണ്? ഇറ്റലി, മിലാൻ ഇറ്റലി. അപ്പോൾ നമ്മൾ ഇന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് 1 ഡേ ഫുള്ള്. ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടന്റ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ബസ് കയറുകയാണ്. അതിന് മുന്നേ US ട്രിപ്പ് സജിനിയും ഫിറോസും തൊപ്പിയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇനി വേറെ ട്രിപ്പ് വരുന്നതായിരിക്കും. ഇതാണ് സ്വർഗം. മുസോളിനിയൊക്കെ ഭരിച്ച ഇറ്റലിയാണ് നമ്മളുള്ളത്. ഇറ്റലി അവിടെ ദൂരെ കാണുന്നതാണ് ബുർജ് ഖലീഫ. ബുർജ് ഖലീഫ അതാ. നീ ഞങ്ങളെ ദുബായിക്ക് കൊണ്ടുവന്നത്. മിലാനെ പറ്റി പറയൂ. അതായത് മിലാനെ ഞാൻ ഇതിനു മുമ്പ് മിലാൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ബാക്കി യൂറോപ്യൻ സിറ്റികളൊക്കെ കണ്ടില്ലേ, ആ സിറ്റീനെ കമ്പയർ ചെയ്യുമ്പോൾ മിലാൻ കുറച്ചുകൂടെ ഓൾഡ് സിറ്റി, പക്ഷെ ഭയങ്കര രസമുള്ള ഒരു എസ്തെറ്റിക് ഉള്ള ഒരു സിറ്റിയാണ്. നമ്മളിപ്പോ പോണ ഫാഷൻ സിറ്റി ഉണ്ടല്ലോ, പള്ളി കണ്ടില്ല പള്ളി കണ്ടില്ല എന്ന് പറഞ്ഞ് നമ്മളോട്ട് തുടങ്ങിയാണ്. കണ്ട് പള്ളി സെമിത്തേരി എന്റെ വീക്ക്നെസ് ആയി പോയി. അതെ. എന്നിട്ട് നമ്മള് മിലാൻ സിറ്റി ഭയങ്കര ചൂട്. ഞാനൊരു ജാക്കറ്റ് ചൂടുള്ള സമയത്ത് നടക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നു മൈൽസ് ട്രിപ്പിനൂടെ. സത്യം പറയാം, സ്നേഹയുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രിപ്പ് വരുന്നത്. നമ്മള് കൊറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഊട്ടി മൂന്നാറൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ലാസ്റ്റ് നമ്മൾ ഇറ്റലിയിൽ വരുമെന്ന് വിചാരിച്ചിട്ടില്ല അല്ലേ. ഞങ്ങളൊരു വീഡിയോ എടുക്കാം, വ്ലോഗ് എടുത്തോണ്ടിരിക്കും. അപ്പൊ ഞങ്ങളിങ്ങനെ ഊട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൊച്ചി വരുമ്പോ എപ്പോഴും വിളിക്കും. വിളിക്കുന്ന സമയത്തൊന്നും ഉണ്ടാവില്ല. ഇല്ല ഞാൻ കൂടുതൽ ഇപ്പൊ ട്രാവലിംഗ് ആണ്. സിനിമ മാക്സിമം കുറയ്ക്കുന്നുണ്ടോ അതോ അങ്ങനെയാണോ? സിനിമ കിട്ടുമ്പോ അഭിനയിക്കും, പക്ഷെ ട്രിപ്പിലാണ് ഇവൻ മെയിൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. നമുക്ക് മാക്സിമം ആളുകളെ യൂറോപ്പില് കാണിക്കുക. യൂറോപ്പ് മാത്രമല്ല, നീ ലോകം മൊത്തം കാണിക്കണം. അതെ. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ വരുന്നുണ്ട്, US വരുന്നുണ്ട്, ജപ്പാൻ, കൊറിയ വരുന്നുണ്ട്, തായ്വാൻ, ചൈന, അങ്ങനെയുള്ള കുറെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ജനുവിനായിട്ട് ഒരു ഉത്തരം പറയാം. ജുനൈസിന്റെ കൂടെയാണ് ട്രിപ്പ്, ഇവരുടെ കൂടെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോവില്ല. അടിപൊളിയായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് പോവുള്ളൂ. ഭയങ്കര എന്റർടൈനർ ആണ്. ഞങ്ങളുടെ കൂട്ടത്തില് ജോക്കറാണ് സ്നേഹനെ. ഞങ്ങൾ അടുത്ത എല്ലാ ട്രിപ്പിലും ഞങ്ങള് ഒഫീഷ്യൽ എന്റർടൈനർ ആയിട്ട് കൊണ്ടുപോകാം. നെക്സ്റ്റ് നമ്മൾ എവിടെ പോണ പറ? നമ്മള് തീരുമാനിച്ചിട്ടുണ്ട്. ഫിൻലാൻഡിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലീവിനും ഒക്കെ ഫിൻലാൻഡ് സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നോർവേ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ കാസിൽ കാണാനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാസിൽ, ചർച്ച്, കത്തീഡ്രലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടീമുണ്ട് ഇവിടെ. അവിടുത്തെ കാസിലിൻ്റെ അകത്ത് പോയിട്ട് കാണാൻ പോകണം. കോട്ട. ഹലോ ഹായ്. Random hello set. I should not say. Random. If I'm saying hello, you also should say like hello. I told hello. Hello, hi. ഇതിന്റെ പുറകെ തന്നെയാണ് ഫാഷൻ സിറ്റി.
ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനാണ് ഇവിടെ ഒരു ഇത് ഷെയർ അറേഞ്ച്മെന്റ് ഒക്കെ നടത്തിയത് ഇവിടെ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, കാസിലാണ്. അടിപൊളി. നമ്മള് കാസിലാണ് പോകുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. പക്ഷെ അത് എന്നറിയില്ല. അത് എന്താണല്ല, ഒരു സമ്മർ മ്യൂസിക്കൽ കോൺസേർട്ട് ആണത്. യൂസ് മെറ്റാ ക്ലാസ് നേ, they will give every information. Come on. ഇതാണ് ഫുള്ള് നമ്മുടെ അതെ. കാസിൽ. യാ ഓക്കെ ബൈ. എന്താണ് എന്താ പറഞ്ഞേ? എവിടെ എവിടെ എഴുതിയത്? മെറ്റാ ക്ലാസ് പറഞ്ഞോ? അപ്പോൾ ഈ ഒരു കാസിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ കാണുന്നൊരു ഫൗണ്ടെയിനാണ്. നല്ല ഭംഗിയുള്ള ഫൗണ്ടെയിൻ. ഇതാണ് നമ്മുടെ ഇറ്റലി സിറ്റിയൊക്കെ. ഇതിനപ്പുറത്താണ് ഫാഷൻ സ്ട്രീറ്റ്. ഫൗണ്ടെയിനുണ്ട്. ഇന്നൊരു കാസിൽ. ഭയങ്കര വെയിലൂടെ. ഇപ്പോൾ നട്ടുച്ച 11:30. അതാണ് ഇത്ര വെയിൽ. അപ്പോൾ പാരീസിൽ ഇറ്റലി ഫൗണ്ടെയിൻ ഉണ്ട്. എന്താ വാങ്ങി? ഫ്ലഷ് ലെമണേഡ്. ഈ വെയിലിൽ സാധനം കണ്ടിട്ടുണ്ട് മൊബൈലിൽ. അടൂർ ട്രാം പോകാനുള്ള വഴി. അപ്പോൾ നമ്മുടെ ഇവിടെ ഭയങ്കര പിക്ക് പോക്കറ്റുള്ള ഏരിയ ആണ് എന്നാണ് പറഞ്ഞത്. ഫോട്ടോ എടുത്തു. ആ ട്രാമിന്റെ വീട് എടുത്തോളൂ കേട്ടോ. അതാ നടക്കാൻ വരൂ. അപ്പോൾ നമ്മുടെ ഇറ്റാലിയൻ റവല്യൂഷണറിസ്റ്റ് ആണ്. സ്റ്റാച്യു ഓഫ് ഗല്ലി എന്നാണ് എന്തോ പറഞ്ഞു. എന്താ മെറ്റ പറയണത്? സ്റ്റാച്യു ഓഫ് ഇറ്റാലിയൻ റവല്യൂഷണറിസ്റ്റ് ആണ്. ഇവിടുന്ന് നേരെ പോയാലാണ് കത്തി. ഇവിടുത്തെ ട്രാമൊക്കെ കണ്ടാൽ ഒരു പഴയ കുഞ്ഞി വുഡൻ ട്രാമുകളാട്ടോ. പാരീസോ ഇറ്റലി. ഇതാണ് നമ്മൾ പറഞ്ഞ ആർച്ച് ഓഫ് വുഡിൻ. സോറി, ഇത് ഗാരിബൽഡി ആണ്. ഓ വാവ്, എജ്ജാതി ഫ്രെയിമസിനെ ഓടിക്കോ. അവൻ പോയി വന്നിട്ട് കഴിക്കാം. ഏതാണ് ക്യാൻസൽ ചെയ്തോ? അതാ മുന്നിക്ക്, നേരെ മുന്നിക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇറ്റലി സിറ്റി. ഇത് ഫുള്ള് ഫാഷൻ സ്ട്രീറ്റാണ്. ഓൾഡ് ട്രാം. അപ്പോൾ ഈ കാണുന്ന കത്തീഡ്രലിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുച്ചി സ്റ്റോറാണുള്ളത്. അപ്പോൾ നമ്മൾ കയറുന്നത് ഈ ഒരു കത്തീഡ്രലിലാണ്.
കണ്ണ് കുത്തിയിട്ടു. നമ്മളിപ്പോൾ കത്തീഡ്രലിൽ കയറാനുള്ള പാസ് ആയിട്ട് വന്നിരിക്കുകയാണ്. ബാറ്റിസ്റ്ററോ, പാലിയോ ക്രിസ്ത്യാനോ, ഡി സാന്റോ, സ്റ്റെഫാനോ, അല്ലി ഫോണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ കത്തീഡ്രലിൽ പോണേ. ഇപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറാൻ ക്യൂ നിൽക്കട്ടോ. ഇവിടെ കത്തീഡ്രലിൽ കയറണമെങ്കിൽ ലിഫ്റ്റിൽ കുറച്ച് ഇതുണ്ട്. ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ആൾക്കാരിവിടെ ഉണ്ട്. ഗേറ്റ് 2 വഴിയാണ് കയറുന്നത്. ഇതാണ് നമ്മുടെ കത്തീഡ്രൽ. വെനറൻഡ ഫാബ്രിക്ക ഡെൽ ഡുഓമോ ഡി മിലാനോ. ഇറ്റാലി മിലാൻ. ഇത് മറ്റേ സാത്താനിക് കത്തീഡ്രൽ ആണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. നമ്മൾ കത്തീഡ്രലിലുണ്ടോ. ഇത് പള്ളിയാട്ടോ കത്തീഡ്രൽ. ടമോ എന്തൊരു അടിപൊളി സ്ഥലമാണ്. ഇതാണ് നമ്മുടെ കത്തീഡ്രൽ. ഭയങ്കര ഭയങ്കര വലുത്. ഇതാണ് കത്തീഡ്രലിൻ്റെ അകം. ഭയങ്കര അടിപൊളി. ഇത് ഓരോന്നിൻ്റെ മുകളിൽ ഓരോ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലെത്തിയാണിത്. എന്താ ഇവിടുന്ന് നമ്മളേറ്റവും മുകളിലാണ്. അയ്യോപ്പിക്ക് പെടുക തുടങ്ങി. ഇവിടെ ഫുള്ള് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ട് കേട്ടോ. ഇത് ഇങ്ങോട്ട് ഇനി കൺസ്ട്രക്ഷൻ നടക്കണില്ല. ഇപ്പോഴേ ഓൾറെഡി ഭയങ്കര സൂപ്പറായിട്ടൊക്കെ ഉണ്ട്. ഇനി ഇതും വീണ്ടും കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ആ സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നത്. സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി താഴെ വന്നപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കണ്ടൊരു സാധനം. ഇതാണ് പള്ളിയിലെ അകം, കത്തീഡ്രലിൻ്റെ അകത്ത് ഉള്ള റിവ്യൂ. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഭയങ്കര വലുപ്പം. ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളി. ഇത് നമ്മളെ കുമ്പസാരക്കൂട് കേട്ടോ എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളിപ്പോൾ കയറാൻ പോണത് ഏറ്റവും വലിയ മാള്, അതായത് എക്സ്പെൻസീവ് മാളാട്ടോ. ജുനൈസ് അല്ല ഇതങ്ങനെയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ജുനൈസ് പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കാറുള്ളത്. ഇറ്റലിയിൽ വന്നിട്ട് ഒരു പിസ്സ കഴിച്ചില്ലാണ് മോശമല്ലേ? എന്താ വാങ്ങിയത്? ഓർട്ടോലാന. ഈ ഓർട്ടോലാനാണ് വാങ്ങിയത്. നമ്മുടെ ഇത്രയൊക്കെയോ? നല്ല പിസ്സ. നല്ല പിസ്സ.
ജുനേസ് പറയണ്ടായിരുന്നു ഇവിടുത്തെ പിസ്സ വെച്ച് നമ്മൾ നാട്ടിലത്തെ പിസ്സ കഴിക്കില്ലാന്ന്. ഞാൻ ഇതാണ് ഒറിജിനൽ പിസ്സ. നാട്ടിലത്തെ പിസ്സ പറഞ്ഞത് നമ്മളവിടെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ പിസ്സ അടിപൊളി പിസ്സ. ബില്ലടിക്കുന്നു, സ്പോട്ടിന് പിസ്സ റെഡിയാവുന്നു, ഒരു ടൈം വേസ്റ്റും ഇല്ല അല്ലേ. ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അവിടെ. ഓരോന്ന് പിസ്സ ഓരോ സാധനം, പക്ഷെ ഇടുന്ന ഫ്ലേവേഴ്സ് ഒക്കെ ഇങ്ങനെ മാറി മാറി പോലെ. അല്ലാതെ നമ്മുടെ അല്ല. വെള്ളം വെള്ളം പറഞ്ഞോ നമ്മുടേത്. രണ്ടെണ്ണം പറഞ്ഞോ. We are getting it fresh. റെഡ് കളർ എന്താ അങ്ങനെ ആണോ? അതെന്താ ഉണക്കമീനോ? ഉണക്കമീനോ ഉണ്ട്. അതെ വെള്ളം പറഞ്ഞില്ല. കീക്കോ മിലാനോ സ്നേഹ പേരെഴുതിയൊരു കീക്കോ മിലാനോ വാങ്ങാൻ പോയ സ്നേഹയാണ്. മിലാനിൽ വന്ന് കീക്കോ മിലാനോ പേരെഴുതി വാങ്ങാൻ പോയിട്ട് അവിടുന്ന് മൂഞ്ചി. പക്ഷെ നാട്ടിൽ നിന്ന് മേടിച്ചില്ലേ? ദുബായിന്ന്. യാ സ്റ്റോപ്പ് റെക്കോർഡിങ്. അടുത്ത സ്മോൾ നല്ല പറയാ പിക്കോലോ. മീഡിയത്തിന് പിക്കോളോ. മീഡിയോ ഗ്രാൻഡ് ആണ് പിക്കോ. വിച്ച് ഫ്ലേവർ? ഏത് ഫ്ലേവറാണ്? ചോക്ലേറ്റ് ചോക്ലേറ്റ് വരില്ലേ? സി ചോക്ലേറ്റ്. കപ്പറ്. ആ ഞാൻ വാങ്ങട്ടെ ഐസ്ക്രീം. നമ്മൾ ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഗലാച്ചോ വാങ്ങണം. ഗലാച്ചോ ഇറ്റാലിയാനോ. ഗലാച്ചോ ഇറ്റാലിയാനോ ഇത് ഉണ്ടാക്കണമെന്ന് ഐസ്ക്രീം ഒരറ്റം കണ്ടുപിടിച്ചാന്നുള്ള മൂഡാണ്. ഗലാച്ചോ ഇറ്റാലിയാനോ ഇറ്റലിയിൽ വന്ന് കഴിക്കുന്ന സ്നേഹം. ഇത് മറ്റേ മീൻ വിൽക്കാൻ മാർക്കറ്റിൽ കൊണ്ടുപോകുന്നവരുണ്ട്, പിസ്സ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ പൊന്നു സ്നേഹം എനക്കിതിന് ഇറ്റാലിയൻ പിസ്സ വിൽക്കുന്ന പിസ്സകളാണ്. Say bye. Bye bye. I will come to you, okay, to get the review of the entire Europe trip. You will say right? Yeah. You will say right? Okay. Okay. അപ്പോൾ നമ്മൾ ഇറ്റാലിയൻ സ്ട്രീറ്റുകൾ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് ഒരു മോളിലേക്കാണ്, ഷോപ്പിംഗ് കോംപ്ലക്സിലേക്കാണ്. ഇതാണ് ഷോപ്പിംഗ് കോംപ്ലക്സ്. ഷോപ്പ് ചെയ്യണം. ഇവിടെ എന്തൊക്കെയുള്ളത്? ഭയങ്കര വെയിൽ, ഇവിടെ ഭയങ്കര ചൂടാണ്. സ്വിറ്റ്സർലാൻഡൊക്കെ വെച്ച് പോകുന്നത് ഭയങ്കര ചൂട്. ഞാൻ ബൈ ടു ഗെറ്റ് 3 നോക്കുള്ളൂ. ബൈ ടു ഗെറ്റ് 3 10 lakhs. 10 lakhs ബൈ ടു ഗെറ്റ് 3 രണ്ടെണ്ണം മേടിച്ച് 3 പൈസ എടുത്തോളൂ. നടക്കുന്ന ട്രാക്കല്ലേ? അല്ലേ? പറഞ്ഞോ.
ഒരു വൈറ്റനിങ് ക്രീമും കൂടെ തരണേ. ലാസ്റ്റ് എല്ലാവർക്കും ഒരു ക്രീം കൊടുക്കണം. ക്രീം. നമ്മളിപ്പോ ഇന്ന് എവിടെയാ പോണേ? ഇറ്റലിയില് അങ്ങനെ ഞാൻ ചോദിക്കാം, അത് കട്ട്. ഞങ്ങൾ ഇന്ന് എവിടെയാ പോന്നേ? മിലാനിലെ ലുലുമാൾ. ലുലുമാൾ ഉണ്ടോ? മിലാനിലെ ലുലുമാൾ. അത് ലുലുവിലെ ലാലാമാളാണ്. ലാലാമാളോ? ഇതാണ് നമ്മുടെ ഇറ്റലിയിലെ ലുലുമാൾ. ലാലാമാൾ അല്ല, ജസ്റ്റ് എങ്ങനെ പറയൂ, പേര് പറയൂ. എല്ലാരും പറയണം. എല്ലാരും ഒപ്പം പറഞ്ഞാലും മതി, കുഴപ്പമില്ല. പറ എങ്ങനെയുണ്ടെന്ന്. ഞാൻ പറയാം. ഓക്കെ, ഇത് ഫെബി, ഇത് ഫഹാം. ഓക്കെ, ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീരമായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം സ്വന്തം ജസു നമ്മുടെ മൈൽസ് ട്രിപ്പിന്റെ ഓൾ ഇൻ ഓൾ ഡയറക്ടർ കം ഫൗണ്ടർ കം സിഇഒ കം സിഎഫ്ഒ കം എല്ലാം. പുള്ളിയെ കൊണ്ട് ട്രിപ്പിന് പോയാൽ ചെലവൊന്നും അറിയേണ്ട കാര്യമില്ല. പുള്ളി എല്ലാ പേയ്മെന്റും കൊടുത്തോളൂ. കൊടുക്കാം എന്ന് പറഞ്ഞാൽ മാത്രം മതി. പാവണ്ട്, ഞങ്ങളെ കുറെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് കണക്കുണ്ട് കേട്ടോ. ബയോടെ കാർഡ് കൈ തരും, നമ്മൾ ടാപ്പ് ചെയ്യണം മാത്രം. സൂപ്പർവൈസർ പൊളിയാ. എല്ലാ ലൊക്കേഷനും റൂട്ടും അറിയാം. നോളജ് എല്ലാ ലൊക്കേഷനും റൂട്ട് സൂപ്പർവൈസറിന് അറിയാം. ഇത് ഗോൾഡ് മാഫിയ. അതൊക്കെ തന്നെ. ട്രിപ്പ് നന്നായിട്ടിരുന്നു. ഓക്കെ, താങ്ക്സ്. എന്തെങ്കിലും പറയണ്ട അഭിപ്രായം? അയ്യോ, അടുക്കൂ. ട്രിപ്പ് പൊളിയായിരുന്നു. പെട്ടെന്ന് ദിവസം കഴിഞ്ഞ് ഐ എം സോ ഹാപ്പി. ഇനിയും മൈൽസ് ട്രിപ്പിന്റെ കൂടെ വരാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യും. സ്നേഹം വരുന്നുണ്ട്, വാ നമുക്ക് പൊളിക്കാം. നമുക്ക് പോവാം. എല്ലാ ട്രിപ്പിലും സ്നേഹം ഉണ്ടാവുന്നത് മാത്രം. അതെ, ചേട്ടൻ എന്തെങ്കിലും പറയണ്ടോ? എന്തെങ്കിലും പറഞ്ഞോളൂ. അടിപൊളിയെന്നോ? അറിഞ്ഞില്ല. ടെൻഷൻ വീട്ടിക്ക് പോലെ ഹാപ്പി ആണോ അതോ സങ്കടം? കുറച്ച് സങ്കടം. പിന്നെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സ്നേഹം ഉള്ളതുകൊണ്ട് ഈ സമയം പോയത് അറിഞ്ഞില്ല. സ്നേഹം എന്നെ ഒരു കണ്ടന്റ് ആയിട്ട് എന്നെ മാറിയായിരുന്നു. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? നല്ല ട്രിപ്പായിരുന്നു. അടിപൊളിയാണോ? പിന്നെ കെട്ടില് നോക്കണ്ടായിരുന്നു കേട്ടോ. How is the trip? Very good. Okay, thanks. റൈറ്റർ ചേട്ടന്റെ വൈഫാണ്. എങ്ങനെയുണ്ടായിരുന്നു അഭിപ്രായം? ടൂറ് അടിപൊളിയായിരുന്നു. വളരെ കുറച്ച് അടിപൊളിയായിരുന്നില്ലേ? എല്ലാരും മിസ് ചെയ്യോ? എല്ലാവരും എന്തായാലും മിസ് ചെയ്യും. നമുക്ക് ഈ ട്രിപ്പ് ഒന്നുകൂടി വിളിക്കാം. ഒരു പ്രാവശ്യം എല്ലാവരും പോവാം. എല്ലാ പ്രാവശ്യം പോകണം. മൈൽസ് ട്രിപ്പിന്റെ എല്ലാ ടൂറും നമ്മള് സ്പോൺസർ ചെയ്യാം. നമ്മള് തന്നെ. അതെ, ഓക്കെ, ശരി. അഭിപ്രായം പറയൂ. ട്രിപ്പ് പൊളിച്ചില്ലേ? അടിപൊളിയായിരുന്നു. ചേട്ടന്റെ പേരും? എൻ്റെ പേര് ചിന്തു, വൈഫ് റിബിന, മോൻ ആദ്രിക് ശിവ. ഇവനാണ് സൂപ്പർ ഹൈക്കർ. ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു 100% സാറ്റിസ്ഫൈഡ് ആണ്. സൂപ്പർ ആയിരുന്നു, എൻജോയ് ചെയ്തു. ട്രിപ്പ് ആണെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടി. ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ടൈമും എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഓക്കെ, താങ്ക്സ്. ആയിഷ, how was the trip? അടിപൊളിയായിരുന്നു. ടർക്കിൽ പറഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. കൺട്രീസ് അടിപൊളിയാണ്, പ്ലേസസ് അടിപൊളിയാണ്, ഹോട്ടൽസ് അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയാണ്, കൂടെയുള്ള ആൾക്കാരും അടിപൊളിയാണ്. മോന് വല്ലതും പറയണ്ടോ? ഉണ്ടാവില്ലേ? അഞ്ജന, how was the trip? അമ്മ വിളിക്കും. അടിപൊളിയായിരുന്നു. റിവ്യൂ ആണ്, എന്റെ റിവ്യൂ. ഓൾറെഡി ഇതുണ്ട്. അല്ല, ഇത് എന്റെ അല്ല, എന്റെ ചാനലുള്ള. ഞാൻ ആദ്യം ചെയ്യാം. എന്തെങ്കിലും ചോദിക്കാതെ. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രിപ്പ് പൊളിയായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും നല്ല ആൾക്കാരൊക്കെയാണ്. ഡൗട്ട്. ഓക്കെ, അപ്പൊ ഇതിപ്പോ 10 ഡേയ്സിന്റെ ഒരു ട്രിപ്പായിരുന്നു ഇത്. ഇതിപ്പോ ലാസ്റ്റ് ഡേ കഴിഞ്ഞ് വന്നിട്ട് ഇപ്പൊ നമ്മളിപ്പോ എയർപോർട്ടിലാണ് പോകാനിരിക്കണേ. ഇപ്പൊ ട്രാവൽ ചെയ്തോണ്ടിരിക്കയാണ്.
അപ്പോൾ ഇപ്പം എനിക്കിപ്പോൾ ഈ 10 കൺട്രീസ് അല്ല ഐ മീൻ 6 കൺട്രീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൺട്രിയാണ് സ്വിറ്റ്സർലാൻഡ്. അവിടെ ഭയങ്കര കാഴ്ചകളും ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട എനിക്കൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡ് ബോട്ട്. അത് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഇനി നമുക്ക് കൂടണ്ടേ? എല്ലാവർക്കും ഇനി ട്രിപ്പ് പോകണ്ടേ? ട്രിപ്പൊക്കെ പോകണം. ഓക്കെ ഓക്കെ, വന്നോളൂ. താങ്ക് യു. അഞ്ജനയ്ക്ക് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി ട്രിപ്പായിരുന്നു. സോളോ ആയിട്ട് വന്നിട്ട് ഗ്രൂപ്പായില്ലേ? അത് തന്നെ. എനിക്ക് ആദ്യം ഇത്തിരി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇൻട്രോവേർട്ട് കം എക്സ്ട്രോവേർട്ട് ആണ്. ആദ്യം ഇൻട്രോവേർട്ടിൽ തുടങ്ങും, പിന്നെ എക്സ്ട്രോവേർട്ട് ആണ്. പിന്നെ ഇതിപ്പം സോളോ ആയിട്ട് വന്ന് ഇപ്പൊ ഒരു ഫാമിലി ആയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഫാമിലിയിൽ ഒരു കൊച്ചിനെയും കിട്ടിയിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. സമ്മറിൽ ഒരു ഡിഫറെന്റ്. ഓക്കെ, താങ്ക്സ്. ഹൗ വാസ് ട്രിപ്പ്? ചെറുതാക്കി പറഞ്ഞാൽ മതി, ഇതൊന്നും ഞാൻ കട്ടയില്ല. ചെറുതാക്കി പറയൂ, സമയമില്ല. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ട്രിപ്പ് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി എന്താ പറയുക, നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വന്നായിരുന്നു. പോകുമ്പോൾ ഒരു ഫാമിലി പോലെയായി. പിന്നെ നമുക്കിപ്പോൾ 10 ദിവസം ആയുള്ളൂ, പക്ഷെ ഒരു മാസം പോലെയായി. ഇത് കുറേ ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ സ്വിറ്റ്സർലാൻഡാണ്. ഗ്രൂപ്പ് അതാ നമ്മൾ വരുമ്പോൾ സ്ട്രേഞ്ചേഴ്സ് പോലെ, പക്ഷെ ഫാമിലി പോലെയായി ഇപ്പം. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ട്രിപ്പുകൾ ഈ ടീമിന്റെ കൂടെ വീണ്ടും വരണം. ഈ ടീമിന്റെ കൂടെ ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു നമ്മൾ, ന്യൂയോർക്ക്. നീ പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതെന്റെ ചാനലാ, കുഞ്ഞു ചാനലാ. എന്തെങ്കിലും ഇത് ഞങ്ങളുടെ ഫസ്റ്റ് യൂറോപ്പ് ട്രിപ്പാണ്. ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. മൈൽസ് ട്രിപ്പിന്റെ സപ്പോർട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇനിയും ട്രിപ്പ് പോവാണെങ്കിൽ അത് മൈൽസ് ട്രിപ്പിന്റെ കൂടെ തന്നെയായിരിക്കും. അതെ, 100%. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അടുത്ത പാക്കേജിൽ വരുമ്പോൾ ഞങ്ങൾ അറിയിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഫൈൻ. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ ഗ്രൂപ്പിന്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ മെമ്പേഴ്സായിട്ടും നല്ല പോലെ അടുത്തു. ഓരോരുത്തരായിട്ടും പ്രത്യേകിച്ച് എല്ലാവരായിട്ടും നല്ല സിങ്കായി, ഒരേ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയായി. എന്താ പറയാ, സായിനെ പറ്റി പറയണോ? പ്രത്യേകിച്ച് സായി, സ്നേഹ, അല്ല സായിനെ പറ്റി എന്താ പറയാ വെച്ചാല്, സ്നേഹ, സായി എല്ലാവരായിട്ടൊക്കെ നല്ല വീണ്ടും നമുക്ക് കാണാല്ലേ അടുത്ത ട്രിപ്പിൽ. അടുത്ത ട്രിപ്പിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മളെല്ലാരും ഒരു ഫാമിലി പോലെ ആയിരുന്നു. എങ്ങനെയായിരുന്നു ട്രിപ്പ്? അടിപൊളിയായിരുന്നു, ഗംഭീരം, സൂപ്പർ. ഇനി വരില്ലേ? ഇനി നമ്മള് മൈൽസ് ട്രിപ്പിനോട് ആയിരിക്കും എപ്പോഴും. പിന്നെ എസ്പെഷ്യലി നമുക്ക് പേര് എനിക്ക് തോന്നുന്നത് രജിതേട്ടന്റെ ഇൻഫർമേഷനും ആ ഒരു എന്താ പറയാ നമ്മുടെ പഴയ കണക്ക് മാഷിനെയൊക്കെ ഓർമ്മ വരും. പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എന്താ പറയാ, അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ ഈ കോർഡിനേറ്റ്സ് അടിപൊളിയായിരുന്നു. അതെ അതെ അതെ, മൊബൈലിൽ കണ്ട പോലെയല്ല ഞങ്ങളത്. സായി വന്ന സമയത്ത് സായി ഫസ്റ്റ് സെക്കൻഡ് ഭയങ്കര സീരിയസ്. സായി അപ്പോ സായി ഭയങ്കര സീരിയസ്. സായി നല്ല സീരിയസ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ സായി എല്ലാവരും ഏറെ കയറ്റുന്നല്ലേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോൾ സായി കൂൾ, ഡബിൾ കൂൾ. അത് മാത്രമല്ല അങ്ങ് ജെല്ലായി. ആ ഒരു ഇത് ഒന്നുമില്ല. പിന്നെ സ്നേഹമായാലും പറയാതിരിക്കാൻ വയ്യ കേട്ടാ. ഫുൾ പാക്ക് എന്റർടൈനർ. സായിനെ നമ്മൾ ഒരിക്കലും ഓൺലൈനിൽ കാണുന്ന സായി ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഓൺലൈനിൽ ആ കമന്റ് ബോക്സിന്റെ അടിയിൽ വരുന്ന ആ കമന്റുകൾ വെച്ചിട്ട് സായിനെ ഒരിക്കലും നമ്മൾ മെഷർ ചെയ്യരുത്. ഈസ് എ റിയലി ഗുഡ് പേഴ്സൺ.
അത് അവനെ അടുത്തറിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഓക്കെ, സായി ആദ്യം ഒരു ഫോട്ടോ എടുക്കട്ടെ. സായി പറഞ്ഞു എന്തിനാ തെറിവിളി കേൾക്കണേന്ന്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ സായി. എന്താ പറയാ, വാക്കുകളില്ല ആക്ച്വലി. അതായത് ഈ മൈൽ സ്ട്രിപ്പിന്റെ ജേണിക്ക് ഇനീഷ്യേറ്റ് ചെയ്തത് ഈ സ്നേഹയാണ്. പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എനിക്ക് പുരിയത് ഇവക്കും കൂടി ഷെയറുള്ള കമ്പനിയാണ് ഇതെന്നുള്ളതാണ് എനിക്കിത് പറയാനുള്ളത്. ഇവളും ജുനൈസും കൂടി എന്തോ ഉടായ്പ ഒപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്ദിയുണ്ട് സ്നേഹ, നന്ദിയുണ്ട്. ഒന്നും കേൾക്കില്ല, ഒന്നും കേൾക്കില്ല. സ്നേഹനെ പൊക്കി പറയല്ല. താങ്ക് യു സോ മച്ച് സ്നേഹ. നമ്മുടെ ഹോൾ ഗ്രൂപ്പിനെ സ്നേഹം നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചു. ഭയങ്കരമായിട്ട് എല്ലാവരും സ്നേഹയുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവും പറയാനില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ റിയലി ഞാൻ സ്നേഹനെ മിസ് ചെയ്യും. സത്യസന്ധമായിട്ട് ഞാൻ പറയാണ്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, ലവ് യു. ഇപ്പോൾ ഖത്തർ എയർവേസിൽ ഓൺബോർഡ് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ ഇനി നേരെ ദോഹയ്ക്ക് പോവാണ്. അത് നമ്മുടെ സ്വന്തം അപ്പൂസ്. വിഷമമുണ്ടോ അപ്പൂസ്? നല്ല വിഷമമുണ്ട്. അടുത്ത ട്രിപ്പ് പൊളിക്കാട്ടോ. ബിസിനസ് ക്ലാസ് പോകണോ? ക്യാഷ്. അപ്പോൾ നമ്മൾ മഹേഷ് ചേട്ടനുണ്ട്, ഇപ്പം എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഭയങ്കര സങ്കടമുണ്ട്, വിഷമമുണ്ട് അല്ലേ ചേട്ടാ? ഒന്ന് നാടെത്തിയാൽ മതി. ഇന്നലെ ഒരു കാര്യവും പിന്നെ ഒന്ന് വിഷമിക്കാനുള്ളത്. അപ്പം എന്തായാലും ഞങ്ങൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഞാനില്ല ഇപ്പം എന്ത് ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ അതാണ് നമ്മുടെ എയർപോർട്ട് ഖത്തർ എയർവേസിലേക്ക് പോകണ്ട. അപ്പോൾ ഞങ്ങൾ ഇറ്റലിനോട് ബൈ ബൈ പറയാല്ലേ? ഇറ്റലിനോട് ബൈ ബൈ പറയാണ്.